സോ യെസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അങ്ങനെ ഇന്നത്തെ ടോപ്പിക്ക് ബിഗ് ബോസ് തന്നെയാണ്. ഇന്നത്തെ കുറച്ച് മുമ്പേ കണ്ടതേ ഉള്ളായിരുന്നു. കുറച്ച് മുമ്പല്ല, മീൻസ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നു, കണ്ടു. വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റായി. സോ ഇന്നത്തെ കാര്യത്തെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് അനുമോളിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിൻ്റെ കാര്യം ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞതാണ്. എന്തെന്ന് പറയാനാണ്, പുള്ളിക്കാരി വന്ന് നിന്ന് ഒന്ന് പറഞ്ഞ രണ്ടാത്തിന് കരയാനാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ അനുമോളുടെ വിചാരം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ സ്റ്റാർ മാജിക്കിൽ അവരെല്ലാവരും കൂടെ ഈ അനുമോളെ ഒരു കുട്ടി 10-30 വയസ്സുള്ള ഒരു കൊച്ചു കുട്ടിയായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അതായത് പാമ്പർ ചെയ്താണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ പുള്ളിക്കാരുടെ വിചാരം എന്താണ്, പുള്ളിക്കാർ അവിടെ ക്യൂട്ട്നെസ് മെഴുകും പോലെ ഇതിനകത്ത് വന്ന് ക്യൂട്ട്നെസ് മെഴുകിയാൽ എല്ലാവരും അവളെ കൊച്ചായിട്ട് കണ്ടിട്ട് എല്ലാം അങ്ങ് forgive ചെയ്ത് വിടും, പാമ്പർ ചെയ്തോളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ തെറ്റിപ്പോയി. നല്ല മുട്ടം പണി കിട്ടിക്കൊണ്ടിരിക്കുന്നു പുള്ളിക്കാരത്തിൽ. അതുപോലെ തന്നെയാണ് ഈ പോയി ഒരു ഗെയിമിനെ ഗെയിമായിട്ട് കാണാൻ അറിയത്തില്ല. മറ്റേ സ്വേച്ഛാധിപത്യ പത്യം കിട്ടിയ നിവിനും ഗിസൈലിനോട് നേരത്തെ ദേഷ്യമാണ്. അതെല്ലാം കൂടെ വെച്ചിട്ട് പുള്ളിക്കാർ ഒരു രീതിയിലും അടുക്കുന്നില്ല. അതായത് നമ്മുടെ അനുമോൾ എന്ത് പറഞ്ഞാലും തർക്കത്തരം പറയാൻ വേണ്ടി നിൽക്കുകയാണ്. ഗെയിമിന് ഗെയിമായിട്ട് കാണുക. അവർക്ക് അങ്ങനെ ഒരു പവർ കിട്ടി അവരുടെ കൂടെ ഉള്ള രണ്ട് അടിമകളും അവരുടെ സഹായത്തിന് വേണ്ടി അടുക്കളയിലോട്ട് വിട്ടു. അതൊന്നും ആ ഒരു ഗെയിമിന്റെ സ്പിരിറ്റിലെടുക്കാതെ എല്ലാം പേഴ്സണലായിട്ട് എടുത്തിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ വിളിച്ച് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ അനുമോൾ യൂസ് ചെയ്യുന്ന ഭാഷ, അതിനെപ്പറ്റി ആരും സംസാരിക്കുന്നില്ല എന്നാണ്. അതായത് അപ്പാനി അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ പറയുന്നതാണ്, പെണ്ണുങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഇളക്കമാണ്. ഇതൊക്കെ എന്ത് തരം സംസാരമാണ്? ഇത് ആദ്യമായിട്ടൊന്നും അല്ല പുള്ളിക്കാരി ഇങ്ങനെ സംസാരിക്കുന്നത്. അതെന്താണ് ആരും അഡ്രസ്സ് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെല്ലാം പോട്ടെ എന്ന് വെച്ച് വിടുവാണ്. അനുമോൾക്ക് മാത്രം അങ്ങനെ പ്രത്യേക തരം കാര്യങ്ങളൊന്നുമില്ല. കാരണം അക്ബറിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മാത്രമല്ല, ഈ കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമായിരുന്നു അക്ബറിന്റെ ഭാഷ, ഒലീലിന്റെ ഭാഷ, ഇതെല്ലാം ചോദ്യം ചെയ്യും. അതുപോലെ ഇതും ചോദ്യം ചെയ്യണം. കാരണം എന്തൊക്കെയോ അങ്ങ് വിളിച്ച് പറയണം ദേഷ്യം വരുമ്പോൾ. പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇളക്കമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ അനുമോൾ അങ്ങ് വായി തോന്നി ഇതൊക്കെ വിളിച്ച് പറയുകയാണ്. അക്ബറിന്റെ കാര്യം മെൻഷൻ ചെയ്തതുപോലെ അക്ബറിന് ഇപ്പൊ അറിയാലോ, മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാം പുള്ളിക്കാരന്. അന്ന് മീൻസ് ആ ഒരു പ്രശ്നം നടക്കുമ്പോൾ, അനുമോൾ കിച്ചണിൽ പ്രശ്നം നടക്കുമ്പോൾ വന്ന് കാര്യം പറഞ്ഞു പോയി. ഇത് തന്നെയാണ് പുള്ളിക്കാരൻ അവിടെ സത്യം പറഞ്ഞാൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണ്, ഞാൻ എന്തോ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് എല്ലാ ദേഷ്യവും ചാടിക്കാടി എല്ലാം കാണിച്ചുകൊണ്ടിരുന്നത്. അത് ഒരൊറ്റ എപ്പിസോഡിൽ ലാലേട്ടൻ പൊളിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് വേണ്ടത്. കാരണം പുള്ളിക്കാരൻ ഒരു കാര്യം ഇല്ലാത്തതിന് എല്ലാത്തിനും വന്ന് ഇടപെട്ട് അതിനെന്തോ വലിയ ഇഷ്യൂ ആക്കി എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് അക്ബറിന്റെ കാര്യം. അതെന്തായാലും ഒതുങ്ങിയിട്ടുണ്ട്. വളരെ നല്ല കാര്യം. അയ്യോ, പിന്നെ എടുത്തു പറയട്ടെ, നമ്മുടെ കുന്നംകുളം കപ്പൂറുണ്ടല്ലോ അതിൻ്റെ അകത്ത്. അയ്യോ, ആ ചെറുക്കൻ്റെ അഹങ്കാരം കണ്ടാൽ എനിക്കറിയത്തില്ല പുള്ളിക്കാരൻ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഈവൻ ലാലേട്ടനെ വരെ എന്തോ എന്തോ മറ്റേ അങ്ങ് കളിയാക്കി വിട്ടിട്ടുണ്ട് പുള്ളിക്കാരൻ. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ ആ എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ ആലോചിച്ചു, അവ എന്തോന്നും ഓവറാണെന്ന്. അതായത് ഒന്നും അറിഞ്ഞിടത്തൊരു കുട്ടിയെ പോലെ അങ്ങ് പെരുമാറുവാണ്. എന്നിട്ട് അയ്യോ, എനിക്ക് അറിയത്തില്ലായിരുന്നു ഈ സാധനം കുളിക്കുമ്പോൾ കുളിക്കാമോ, ഉറങ്ങുമ്പോൾ കുളിക്കാമോ, എന്തൊക്കെ ഡൗട്ടുകളാണ്. അത് അങ്ങനെ ആയതുകൊണ്ട് കൊള്ളാം. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ വഴിക്ക് കയറി വിട്ടന്. എന്നിട്ട് ആ ടാസ്ക് അവസാനിപ്പിച്ചപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് ഇത് ഊരാം. അപ്പോൾ പറഞ്ഞു എനിക്ക് ഒരു ദിവസം കൂടെ വെക്കണമെന്ന്. ഞാൻ പറയുന്ന അടുത്ത ആഴ്ച ഞാനേട്ടം വരുമ്പോൾ അവന് ഒരു ദിവസം ഒരു മാസവും ഇനി സീസൺ കഴിയുന്നവരെ വെക്കാനുള്ള അവസരം കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ പിന്നെ ഇത്ര അഹങ്കാരം എന്തുവാണ്? എല്ലാവരും ഒരു പുച്ഛമാണ്. ആര് വന്നിരുന്ന സ്റ്റോറി പറഞ്ഞാലും അവന്റെ മുഖത്ത് പുച്ഛമല്ലാതെ ഞാൻ ഒന്നും കണ്ടിട്ടില്ല. എന്നിട്ട് ഹ്യൂമാനിറ്റി കാർഡിന്റെ ബഹളവും. ഹ്യൂമാനിറ്റി ഉണ്ടോ ചോദിച്ച് നടക്കലാണ് അവന്റെ പണി. അവന്റെ കാര്യം പറയാൻ തുടങ്ങിയാൽ ഇത് തീരത്തില്ല. അത്രയ്ക്കുണ്ട്. എന്തൊക്കെയാണോ കാണിച്ചു നോക്കുന്നത്. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ പറയാനായിട്ട് എനിക്ക് തോന്നിയത് നല്ലൊരു ടാസ്ക് ആയിരുന്നു, സ്വേച്ഛാധിപത്യത്തിന്റെ ടാസ്ക്. അത് മിക്ക സീസണിലും ഉള്ളതാണ്. അതായത് ഒരു രാജാവ് പദവി പോലെ. ഇതിപ്പം രണ്ടുപേരാണ്. ആ മറ്റേ സീസണിലൊക്കെ ഒരാളെന്നാണ് എൻ്റെ ഓർമ്മ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. ഇതിപ്പോ രണ്ടുപേര് അവര് നിവിനൊക്കെ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. മീൻസ് ആ ഒരു എന്തുവാ, ആ ഒരു വേ ഓഫ് പുള്ളിക്കാരൻ അത്യാവശ്യം എന്റർടൈനിങ് ആണല്ലോ അകത്ത്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ പുള്ളിക്കാരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഗെയിമിന്റെ സ്പിരിറ്റിൽ കാണാതെ എല്ലാം പേഴ്സണലായിട്ട് അതിൻ്റെ അകത്ത് അടിയാണ് ആവുന്നത്.
ബാക്കിയുള്ള എല്ലാവരും അതിനൊരു ടാസ്ക് ആയിട്ട് കാണുന്നുണ്ട്, അതൊരു ജസ്റ്റ് ഒരു ഗെയിം ആണെന്ന രീതിയിൽ കാണുന്നുണ്ട്. അനുമോള് മാത്രമാണ് എല്ലാ കാര്യങ്ങളും പേഴ്സണലായിട്ട് എടുത്തിട്ട് കരച്ചില് ബഹളം. ഈവൻ ഇപ്പം കുറച്ചു മുമ്പേ ലൈവ് വെച്ചപ്പോഴും കൺസ്ട്രക്ഷൻ റൂമിൽ കയറിയിരുന്ന കരച്ചില് തന്നെയാണ്, അച്ഛനും അമ്മയും കാണണമെന്നും പറഞ്ഞു. ഈ പറ്റൂലാത്ത കാര്യത്തിനൊക്കെ പിന്നെ എന്തിനാണ് വരുന്നത്? അവിടെ വീട്ടിലും കഴിയുന്നു ഒരു എനിക്ക് അതാണ് തോന്നുന്നത്. വന്ന് നിന്ന് കരയുന്നു, മെഴുകുന്നു, പോകുന്നു. അനുമോൾ ഇത് തന്നെയാണ് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അനുമോളും മറ്റേ ശൈത്യയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ടാണ്. ശൈത്യ കരയുമ്പം അനുമോൾ സപ്പോർട്ട് ചെയ്യും, അനുമോൾ കരയുമ്പോൾ ശൈത്യ സപ്പോർട്ട് ചെയ്യും. ഇത് തന്നെയാണ് അതിനകത്ത് നടക്കുന്നത്. ശൈത്യ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എന്തുവാ ശൈത്യനൊക്കെ കരയുമ്പോൾ അനുമോൾ തിരിച്ച് പറയുന്നത്. കൺട്രോൾ സി കൺട്രോൾ ബി, ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത്. എനിക്കാണ് കണ്ടിട്ട് ചിരിയും വരുന്നു. അയ്യോ, അതുപോലെ രേണുസുതി കുറെ നാൾക്ക് ശേഷം ഒരൊറ്റ ഡയലോഗ് പറയുന്നത് ഞാൻ കേട്ടു. അതായത് നിവിൻ പവർ കിട്ടിയപ്പോൾ ഈ അടുക്കളയിൽ വന്നിട്ട് പുള്ളിക്കാരിന്റെ അടുത്ത് എന്തോ പറഞ്ഞു, ഞാൻ ഈ പഴം എടുക്കുവാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു, നിന്റെ ഷോയേക്കാൾ നിന്റെ അടിമകളോട് എത്താൻ മതി എന്നൊരു ഡയലോഗ് പറഞ്ഞു. ഒരു 2-3 ആഴ്ചയ്ക്ക് ശേഷം ഒരു ഡയലോഗ് ഇല്ല. ആകെ വന്ന സമയത്ത് കുറച്ച് 2-3 തലവേദന എന്നും പറഞ്ഞ അടി ഉണ്ടാക്കിയതല്ലാതെ പുള്ളിക്കാരി മാത്രമാണ് ഞാൻ കണ്ടിട്ടില്ല. അയ്യോ, എത്ര നാൾക്ക് ശേഷമാണ്. അതായത് എപ്പിസോഡ് കാണുമ്പോൾ ഞാൻ കഴിഞ്ഞ ഫീഡ് ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതായത് പുള്ളിക്കാരെ കാണുന്നില്ല, പുള്ളിക്കാരി ഫ്രെയിമിലേ ഇല്ല. എങ്ങനെയൊക്കെ നോമിനേഷനിൽ മറന്ന് സേഫ് ഗാർഡ് കളിച്ച് പോകുന്നതാണ്. അതായത് ആ ഒരു ഇമോഷന്റെ പേരിലാണ് പുള്ളിക്കാരി അവിടെ നിൽക്കുന്നത് തന്നെ. അതായത് ഭർത്താവ് മരിച്ചൊരു സ്ത്രീയാണ്, സ്ട്രഗിളിംഗ് ആണ്. പിന്നെ അറിയാലോ പുള്ളിക്കാരി ഉണ്ടാക്കിയ കോൺട്രവേഴ്സീസും, അങ്ങനെ ഭയങ്കര കോൺട്രവേഴ്സീസ് ഒന്നും അല്ല, അറിയാലോ. ഇതിന്റെ പേര് എവിടെ വന്നാലും അത് വലിയ പ്രശ്നമാണ്, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം. അപ്പൊ ആ ഒരു ഇതിലൊക്കെയാണ് പുള്ളിക്കാരെ അവിടെ പിടിച്ചു നിൽക്കുന്നത്. അവർ നല്ലൊരു ഗെയിമറൊന്നുമല്ല, അവരെക്കാരും നല്ലപോലെ ഗെയിം കളിക്കുന്നവരുണ്ട്. അവർക്കൊന്നും ശരിക്കും പറഞ്ഞാൽ സ്ക്രീൻ ബേസ് കിട്ടാറേ ഇല്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ രേണു എന്ന് പറയുന്ന പുള്ളിക്കാരി എന്ത് പറഞ്ഞാലും അത് ഒപ്പിയെടുത്ത് ക്യാമറയിൽ ഇടും. കാരണം അത് വ്യൂവർഷിപ്പാണ്. ആ പുള്ളിക്കാരി അത് ചെയ്യുന്നില്ല, കാരണം കിട്ടിയ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇത് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്ത പുള്ളിക്കാരുടെ ആഗ്രഹം എന്തോ വീട് വെക്കണമെന്ന് അങ്ങനെ എന്തൊക്കെ പറയുന്നതായിട്ട് ആ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുക്കാൻ ഈസി ആയിട്ട് പറ്റും. അതുകൊണ്ട് നല്ലപോലെ കളിച്ച പുള്ളിക്കാരിക്ക് തന്നെ കൊള്ളാം. കാരണം ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം കൃത്യമായി യൂസ് ചെയ്താൽ നല്ലതായിരിക്കും അതിനകത്തുള്ള ആരായാലും. പിന്നെ പറയാനുള്ളത് അപ്പാനിയും ശരിക്കും ഇങ്ങനെ പൊട്ടിത്തെറിച്ച് നടക്കുന്നതല്ലാതെ, അതായത് ബാക്കിയുള്ളവരെ എക്സ്പോസ് ചെയ്യണം ഇന്നത്തെ ഒരൊറ്റ ചിന്ത മാത്രം പുള്ളിക്കാരനുള്ളൂ. ഗെയിം കളിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഗെയിമൊക്കെ നല്ലപോലെ കളിക്കുന്നുണ്ട്. ഇപ്പം അത്യാവശ്യം കിച്ചൺ ടീമിലെ ക്യാപ്റ്റൻ ആയാലും ഇന്നലെ നല്ലപോലെ രീതിയിൽ അതായത് നല്ല ഒരു പ്രശ്നം വന്നപ്പോൾ നല്ല രീതിയിൽ ഇടപെടാൻ ശ്രമിച്ചു. പക്ഷെ അനുമോൾ അതിനെ വശമാക്കി. കേട്ടോണ്ട് നിൽക്കുന്ന ആർക്കായാലും ദേഷ്യം വരും. കാരണം അങ്ങനെയൊക്കെ പറഞ്ഞു, അതായത് പെണ്ണുങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഇളക്കമാണ്. എന്നിട്ടും പുള്ളിക്കാരൻ ദേഷ്യം വന്നിട്ടും പുള്ളിക്കാരൻ പൊട്ടിത്തെറിച്ചു കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ടും അവിടെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. പക്ഷെ അനുമോള് ഒരു രീതിയിലും അടുക്കുന്നുണ്ടായിരുന്നു. ഒരു രീതിയിലെന്ന് പറഞ്ഞാൽ ഒരു രീതി. പിന്നെ മറ്റേ എൽസ്റ്റീൻ കപ്പിൾസ് അവരെ സ്പ്ലിറ്റ് ചെയ്തു. അത് അങ്ങോട്ട് പോകുമ്പോൾ അത് പ്രതീക്ഷിച്ച ഒരു സാധനമായിരുന്നു. അതെന്തായാലും സ്പ്ലിറ്റ് ചെയ്യും, ഉറപ്പാണ്. പക്ഷെ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവർ ഒറ്റ ഗെയിമറായിട്ടാണ് വന്നത്. അതായത് കോൺട്രാക്റ്റിലായാലും എല്ലാത്തിനും ഒറ്റ ഗെയിമറായിട്ടാണ് വരുന്നത് എന്ന രീതിയിലായിരുന്നു. പക്ഷെ ചിലപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം മേ ബി നിങ്ങൾ പോകെ 2 കളിക്കേണ്ടി വരും എന്നൊക്കെ. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗെയിമാണ്. ഇനി അത് അവരെ ലൈഫിൽ അങ്ങനെയൊക്കെ ബാധിക്കും എന്നൊക്കെ നോക്കണം. കാരണം ഗെയിമാണ്, ഗെയിം ഫിറ്റിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. അതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ അവർക്ക് തന്നെയാണ് നല്ലത്. പിന്നെ പറയാനുള്ളത് എന്താണ്, ഏഷ്യാനെറ്റ് എന്താ ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നലെ വരെ ഒരു സീസണിൽ ആ പോസ്റ്റർ ഞാൻ കണ്ടിട്ടില്ല. ആ അമ്മാതിരി ഒരു പോസ്റ്ററാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതായത് ലാലേട്ടൻ വന്ന് കഴിഞ്ഞിട്ടുള്ള ഡേയിലെ പോസ്റ്ററാണ്. അത് ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ചേക്കാം. ഇത് ഒരു സീസണിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം അവരങ്ങ് കണ്ടസ്റ്റൻസിനൊക്കെ അന്ന് റോസ്റ്റ് ചെയ്ത് എറിയുവാണ്. അതായത് ഫുഡ് മെനു കാർഡ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ വെച്ചുതരാം. അത് നല്ലൊരു ഈ ഒരു സീസണിലോ മീൻസ് ഈ ഒരു സീസൺ വരെ ഞാൻ അങ്ങനത്തെ ഒരു ഇതേ കണ്ടിട്ടില്ല. ഏഷ്യാനെറ്റിന്റെ ഭാഗത്ത് നിന്ന് കണ്ടസ്റ്റൻസിനെ ട്രോളുന്നതായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഈ സീസൺ എനിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഇന്നത്തെ പ്രൊമോ കണ്ടത് മീൻസ് അവർ ഒരു റൂമിനകത്ത് അടച്ചിട്ട് വയ്ക്കുവാണ്. പോയിന്റ്സ് ഒന്നും നേടാതെ, മീൻസ് അവർ അടിമകൾ, അതായത് അവർക്ക് നോമിനേഷൻ കാർഡും അങ്ങനത്തെ കുറെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു ഈ സ്വേച്ഛാധിപത്യം കിട്ടിയവർ, അതായത് നിവിനും ജിസയിലും. അപ്പൊ അവരെല്ലാവരും കൂടെ വേണം പോയിന്റ്സ് നേടാൻ. അങ്ങനെ ഒരു റൂമിനകത്ത് അടച്ചിട്ട് വയ്ക്കുവാണ്. റൂമിനകത്ത് മീൻസ് ഈ ടാസ്ക് ചെയ്യാനുള്ള റൂമിൽ അവർ പുറത്ത് വരണമെങ്കിൽ
അവർക്ക് വേണ്ടത്ര ഉള്ള സാധനം മീൻസ് അവരെ പറഞ്ഞ പോയിന്റ് അവർ നേടിയിരിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു റൂമിൽ ഒരു പുറത്ത് വരാൻ പറ്റും എന്നാണ് പ്രൊമോ കണ്ടത്. അത് ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവും എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ അതിൻ്റെ അകത്തുണ്ട്, ടാസ്കുകളായാലും എല്ലാം ഉണ്ട്. പക്ഷെ അവർ അതിന് ഗ്രൂപ്പ് കളിച്ച് നശിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. എന്നാൽ തന്നെ ഗിസേൽ എന്തായാലും ആര്യനെ വിളിക്കുമെന്ന് 100% ഉറപ്പായിരുന്നു. ആര്യനെ വിളിച്ചിട്ട് എന്തോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആര്യനെ ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. ഉടനെ ആ നോമിനേഷൻ അവാർഡ് എനിക്ക് വേണ്ട, എനിക്ക് ഇങ്ങനെ ഒരു പവർ വേണ്ട എന്നും പറഞ്ഞ് പുച്ഛിച്ചങ്ങ് കൊടുക്കുവാണ്. ഞാനങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര വലിയ ഫ്രണ്ട് ആണെങ്കിലും ഞാൻ തിരിച്ചു കാണിച്ചിട്ട് പോയിരുന്നോളാം പറഞ്ഞത്. എന്നിട്ട് ഗിസയിൽ മറ്റേ കൊച്ചു പിള്ളേരെ അങ്ങ് പാമ്പർ ചെയ്യുമ്പോൾ അയ്യോ അങ്ങനെ അല്ല ആര്യം, അത് ഇങ്ങനെയാണ്, എനിക്കാണ് മാറി ഇത്ര പ്രിവിലേജ് എന്തിനാണ് അവര് കൊടുക്കുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? അവൻ ജസ്റ്റ് ഒരു ഗെയിമറാണ്. അവൻ അവന്റെ ഗെയിം കളിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ഗെയിം കളിക്കുന്നു. ഇത് ഗിസയിൽ വന്ന് അവനെ ഇങ്ങനെ താങ്ങി എടുത്ത് അയ്യോ അങ്ങനെ പറയരുത്, ഈ കാർഡ് നീ വെക്കണം, എന്തൊക്കെയാണോ പറയുന്നത്. അതാ പറഞ്ഞത്, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അവരത് ഗ്രൂപ്പ് കളിച്ച് നശിപ്പിക്കുകയാണ് ശരിക്കും. ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നതില്ല. ശരിക്കും പറഞ്ഞാൽ അതിൽ അഭിലാഷ് മാത്രമായിരിക്കും മേ ബി അത് പുള്ളിക്കാരന് ആർക്കും അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ചിലപ്പം പുള്ളിക്കാരന് അത് ഇഷ്ടമല്ലായിരിക്കും ഗ്രൂപ്പായിട്ട് കളിക്കുന്നത്. എനിക്ക് വേണ്ടിയിട്ട് ആ ഒരു അഭിലാഷ് എന്ന് പറയുന്ന വ്യക്തി, അതുപോലെ അബി, അങ്ങനെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഗ്രൂപ്പിലില്ലാതെ കളിക്കുന്നതായിട്ട് തോന്നുന്നതുള്ളൂ. അഭിലാഷ് പിന്നെ സ്ക്രീനിൽ വരുന്നുണ്ട്. പക്ഷേ അഭിലാഷ് മറ്റേ ആ ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അബി, പുള്ളിക്കാരനെ അങ്ങനെ സ്ക്രീനിൽ കാണാറേ ഇല്ല. പക്ഷെ അത്യാവശ്യം നല്ല ഗെയിമറാണ്. പുള്ളിക്കാരന് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല. കാരണം അങ്ങനെ ഗ്രൂപ്പായിട്ട് കളിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഒനീലിന്റെ ഭാഷയായാലും പുള്ളിക്കാരൻ, അതായത് മോഹൻലാൽ വന്നപ്പോൾ അതിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും ആ ബ്ലോഗർ കുട്ടി അവളൊട്ടും മോശമൊന്നുമല്ല ചൊറിയാനായിട്ട്. നല്ലപോലെ ചൊറിയുന്നുണ്ട് എല്ലാവരും. അവള് അവസരം നോക്കി നിൽക്കുകയാണ് അനുമോളിനെ എങ്ങനെ ചൊറിയാന്നും പറഞ്ഞ്. അനുമോളെ മാത്രമായിട്ട് ഞാൻ കുറ്റം പറയുന്നൊന്നുമില്ല. പക്ഷെ ഈ റന വന്നിട്ട് എൻ്റെ അമ്മോ എന്ത് ചൊറിച്ചിലാണ്. അതും ചെവിയുടെ അടുത്ത് നിന്നാണ് ഇങ്ങനെ ഇങ്ങനെ വിളിക്കും പോലെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര നേരം കേട്ടോണ്ടിരിക്കും. അതും മറ്റൊരു സത്യമാണ്. പക്ഷെ ആ ഒരു സ്പിറ്റിലെടുത്ത് ആ ഒരു രീതിയിൽ മറുപടികൾ പറയണം. ഇത് എല്ലാം പേഴ്സണലായിട്ട് എടുത്ത് ഭയങ്കര ഇതായിട്ട് ഒരു കാര്യം ബഹളം ഉണ്ടാക്കി ആ അനുമോള് കരാത്ത ഒരു ദിവസമില്ല. എല്ലാ ദിവസവും പ്രോമോ ഇടുമ്പോഴായാലും ലൈവ് കാണുമ്പോഴായാലും ഇപ്പൊ ബിഗ് ബോസിന്റെ ഗ്രൂപ്പുകൾ കാണുമല്ലോ, ഈ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ജസ്റ്റ് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുന്ന അത്ര ഇതാണ്. ഞാൻ കരയില്ല കരച്ചിൽ. ഇത് തന്നെയാണ് ഇതിൻ്റെ അത് പറയുന്നത്. അനുമോളുടെ കണ്ടെന്ന് പറഞ്ഞാൽ കണ്ടന്റ് എന്ന് പറയുന്നത് കരച്ചിലാണ്, അല്ലാതെ വേറൊന്നും ഞാനൊരു കാണുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് പറയാൻ തോന്നിയത്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും വിട്ടുപോയിട്ടില്ല എന്ന് തോന്നുന്നു. എല്ലാം പറഞ്ഞെന്ന് തോന്നുന്നു. സോ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.